അപ്പം കല്യാണിമോളുടെ കയ്യിൽ ഒരു മാങ്ങായും മൂർച്ചയില്ലാത്തൊരു കത്തിയും കൊടുത്തിട്ട് ഞാൻ എങ്ങോട്ടാണ് പോണേന്ന് കാണിച്ചു തരാം, വായോ. അപ്പം മെയിൻ റോഡിൽ നിന്നും എൻ്റെ വീട്ടിലേക്ക് കയറി വരുന്നൊരു വഴിയാണേ. അപ്പം അത് അടിച്ചു വാരി നമുക്കിന്ന് തീയിടാം. അപ്പം ഈ വഴി നമ്മൾ ഡെയിലി അടിച്ചു വാരാറില്ല, 2-3 ദിവസം കൂടുമ്പോഴായിട്ട് അടിച്ചു വാരുന്നത്. അപ്പം ചുറ്റോട് ചുറ്റും മരങ്ങളാണ്. അപ്പം അതുകൊണ്ട് തന്നെ കഴുകിലേക്ക് വരുന്നതനുസരിച്ചാണ് നമ്മളിവിടെ അടിച്ചു വാരുന്നത്. അപ്പോൾ നമുക്ക് മിറ്റടിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാം. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ലൈക്കും കമൻസും ഒക്കെ തരണം കേട്ടോ. എന്നാലേ എനിക്ക് നല്ല നല്ല വീഡിയോസ് ഇടാൻ അതൊരു പ്രചോദനമാവത്തുള്ളൂ. അപ്പം ഞാൻ ഈ പെട്ടെന്ന് അടിക്കുന്നത് കാണിക്കുന്നേ ഉള്ളൂ വീഡിയോയിൽ. വളരെ സമയം എടുത്തിട്ടാട്ടോ അത് ഓരോന്നും അടിക്കുന്നത്. ഭയങ്കര പാടുമാണ് അടിക്കാൻ, കാരണം ഒരുപാട് കരികില ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് പാടാണ്. അപ്പോൾ കുറച്ച് നമ്മൾ അടിച്ചടിച്ച് ഓരോരോ ഭാഗത്ത് കൂട്ടി വെക്കുക, എന്നിട്ട് ലാസ്റ്റ് അതെല്ലാം കൂടെ തീയിടുക ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയുണ്ട് ചൂടും കാര്യങ്ങളെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. അപ്പോൾ ഇവിടെ ഭയങ്കര ചൂടാണ്, ഒരു രക്ഷയില്ല, വീടിൻ്റെ അകത്തൊന്നും ഇരിക്കത്തില്ല, അത്രയ്ക്ക് ചൂടും കാര്യങ്ങളുമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ധാരാളം വെള്ളം കുടിക്കണം. അപ്പോൾ വെള്ളം നമ്മൾ സംഭാരമായിട്ടോ ജ്യൂസായിട്ടോ ഒക്കെ കുടിച്ചാലും മതി. അതുപോലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ധാരാളം കഴിക്കണം. ഇപ്പോൾ വെക്കേഷൻ സമയമാണ്, അതുകൊണ്ട് തന്നെ കുട്ടികളെ ഒരുപാട് നേരം വെയിലത്തൊന്നും കളിക്കാൻ അനുവദിക്കരുതേ. അപ്പം കല്യാണിമോൾ വരുന്നുണ്ട് ടോടി. അപ്പം താഴെ എന്ന് പറയുന്ന റോഡാണ്, അപ്പം അതുകൊണ്ട് തിരുതരം വണ്ടി വരുന്ന ഒരു റോഡാണ്. അപ്പം അതുകൊണ്ട് ഞാൻ കല്യാണിമോളെ ഇറക്കിക്കൊണ്ട് വരാഞ്ഞിട്ടായിരുന്നു കേട്ടോ. അപ്പം മിറ്റടിക്കുന്ന സൗണ്ട് കേട്ടിട്ട് അവൾ ഓടി ഇറങ്ങി വന്ന് കണ്ടോ, വഴി കൂടെ കളിച്ചുകൊണ്ട് നടക്കുക. അപ്പോൾ അതെൻ്റെ ഒരു കസിൻ ചേട്ടൻ്റെ മോനാണേ. അപ്പോൾ അവൻ്റെ കൂടെ ഇങ്ങനെ പുറകെ ഓടി കളിക്കുക. അപ്പം ഞാൻ അവിടെ ഇരുന്ന് ഇടയ്ക്കിടയ്ക്ക് വഴക്ക് പറയുന്നുണ്ട്, കല്യാണി വണ്ടി വരും, വഴി കൂടെ ഓടരുതേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മിറ്റടിക്കുന്നത്. അപ്പോൾ അമ്മയ്ക്ക് ഈ വഴിയൊക്കെ അടിക്കാനായിട്ട് വളരെ പാടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനോ എൻ്റെ ചേച്ചിയോ വീട്ടിൽ വന്ന് നിൽക്കുന്ന സമയത്താണ് അമ്മയ്ക്ക് വഴിയൊക്കെ അടിച്ചു വാരി കൊടുക്കുന്നത്. അപ്പോൾ അമ്മ ഒത്തിരി കഴുകിലാവുകയാണ് 2-3 ദിവസം എടുത്തിട്ടൊക്കെയാണ് വഴി അടിക്കുന്നത്. അപ്പോൾ അങ്ങനെ അടിച്ചു വാരി ഞാൻ തീയൊക്കെ ഇട്ട്. അപ്പോൾ അവിടെ ഇരിക്കുന്നത് എൻ്റെ വണ്ടിയാട്ടോ. അപ്പം ഞാൻ അടിച്ചു വാരി എല്ലാ സ്ഥലത്തും ഓരോന്നോരോന്നായിട്ട് വന്ന് തീ ഇടുവാണേ. അടിച്ചു വാരി തീ ഇട്ടപ്പോൾ സന്ധ്യ. അപ്പോൾ ഇതെൻ്റെ വെല്ലിച്ചനാണ്, അച്ഛൻ്റെ ചേട്ടനാണ്. അപ്പോൾ അവിടെ ഇരുന്ന് വെല്ലിച്ചൻ വർത്താനം പറയുമായിരുന്നു. അപ്പോൾ കുഞ്ഞായി എണീറ്റ് വന്നിട്ടുണ്ട് കൂടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.